നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേട്ടോ. നമ്മൾ ഇന്ന് നടന്ന PSCയുടെ ഒരു LGS ലെവൽ OA ലെവൽ ഒരു എക്സാം നടന്നിട്ടുണ്ടായിരുന്നു, ആംബുലൻസ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന. അതിൻ്റെ ആൻസർ കീ നോക്കിയാലോ നമുക്ക്. അപ്പോൾ വരാൻ പോകുന്ന LGS ഒക്കെ ഉള്ള ആളുകൾ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയേക്കുക. ഏകദേശം എല്ലാം തന്നെ PYQ മുൻ വർഷങ്ങളിൽ ചോദിച്ചു. അതുപോലെ എല്ലാ ക്വസ്റ്റ്യൻസും ഏകദേശവും വന്നിരിക്കുന്നത് ഏത് തന്നെയാണ്, SCRTയിൽ നിന്ന് തന്നെയാണ്. കറണ്ട് അഫയേഴ്സ് വെച്ച് ബാക്കി എല്ലാ ക്വസ്റ്റ്യനും SCRT തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷൻ ആരായിരുന്നു? പ്രഥമ സമ്മേളനത്തിൽ INCയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് WC ബാനർജി ആയിരുന്നു അല്ലേ. WC ബാനർജി ആയിരുന്നു INCയുടെ പ്രഥമ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം: സർവേ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ച സ്ഥലം എവിടെയാണ്? സർവേ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ച സ്ഥലം എവിടെയായിരുന്നു? ഓപ്ഷൻ സി ധാക്കയിലാണ് അല്ലേ. സർവേ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ചത് എവിടെയായിരുന്നു? ധാക്കയിലാണ്. ഇനി 1905 ബംഗാളിനെ രണ്ടായിട്ട് വിഭജിച്ച വൈസ്രോയി ആരാണ്? 1905 ബംഗാളിനെ രണ്ടായിട്ട് വിഭജിച്ച വൈസ്രോയി ആരായിരുന്നു? ഓപ്ഷൻ എ കഴ്സൺ പ്രഭുവാണ് അല്ലെ. 1905 ബംഗാളിനെ രണ്ടായിട്ട് വിഭജിച്ച വൈസ്രോയി ആരായിരുന്നു? കഴ്സൺ പ്രഭുവാണ്. നാലാമത്തെ ചോദ്യം: തീവ്ര ദേശീയതയുമായി ബന്ധപ്പെട്ട നേതാക്കൾ ആരൊക്കെയാണ്? തീവ്ര ദേശീയതയുമായി ബന്ധപ്പെട്ട നേതാക്കൾ ആരൊക്കെയാണ്? നമ്മൾ പഠിക്കുന്നത് ലാൽ പാൽ ബാൽ എന്ന് പഠിക്കുന്നത് അല്ലേ. ഇതിൽ രണ്ട് പേരേ ഉള്ളൂ. ഒന്ന് ബാലഗംഗാധര തിലകനും അതുപോലെ ലാല ലജ്പതി റായി ഇതുള്ളൂ. 1ഉം 3ഉം ആണ് ഏത് ഇതിൽ തീവ്ര ദേശീയതയുടെ നേതാക്കളായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ബാലഗംഗാധര തിലകനും അതേപോലെ ലാല ലജ്പതി റായും. അഞ്ചാമത്തെ ചോദ്യം: ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരായിരുന്നു? രാജാറാം മോഹൻ റോയ് അല്ലേ. ഓപ്ഷൻ ഡി രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. ആറാമത്തെ ചോദ്യം: ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ് ആരാണ്? ഇന്ത്യയുടെ ആദ്യത്തെ പ്രഥമ രാഷ്ട്രപതി ആരായിരുന്നു? രാജേന്ദ്ര പ്രസാദ് അല്ലെ. ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതി ആരായിരുന്നു? രാജേന്ദ്ര പ്രസാദ്. ഏഴാമത്തെ ചോദ്യം: ഇന്ത്യയുടെ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം എന്നാണ്? ഇന്ത്യയുടെ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം എന്നാ? നവംബർ 26 അല്ലെ. നവംബർ 26 ഇന്ത്യയുടെ ഭരണഘടനാ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. എട്ടാമത്തെ ചോദ്യം: താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ എ എഴുതപ്പെട്ട ഭരണഘടന, ഓപ്ഷൻ ബി പ്രസിഡൻഷ്യൽ സമ്പ്രദായം, ഓപ്ഷൻ സി മൗലികാവകാശങ്ങൾ, ഓപ്ഷൻ ഡി സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ. ഏതാ? പ്രസിഡൻഷ്യൽ സമ്പ്രദായം ഇന്ത്യയുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ടതല്ല അല്ലെ. അപ്പൊ അതാണ് അതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന. ഒൻപതാമത്തെ ചോദ്യം: താഴെ തന്നിരിക്കുന്നതിൽ എഴുതപ്പെട്ട ഭരണഘടന നിലവിലുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതൊക്കെയാ? ഇന്ത്യയിൽ എഴുതപ്പെട്ട ഭരണഘടനയാണ്. ബ്രിട്ടൻ അലിഖിതമാണ്. ഇസ്രയേൽ അലിഖിതമാണ്. അതുപോലെ അമേരിക്ക ഏതാണ്? എഴുതപ്പെട്ടതാണ് അല്ലെ. അപ്പോൾ 1ഉം 4ഉമാണ് ഏത് എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യങ്ങൾ. ഏതൊക്കെ? ഇന്ത്യയും അമേരിക്കയുമാണ്. ഇനി 10ാമത്തെ ചോദ്യം: താഴെ തന്നിരിക്കുന്നതിൽ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? PSC ചോദിച്ച് മടുത്തതും നമ്മൾ എഴുതി മടുത്തതുമായ ക്വസ്റ്റ്യൻ ഏതാ? സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം അല്ലെ. തന്നിരിക്കുന്നതിൽ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാ? സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം. 11ാമത്തെ ചോദ്യം: പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? കേരള ഗാന്ധി എന്നൊക്കെ അറിയപ്പെടുന്നു കേളപ്പൻ അല്ലേ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയായിരുന്നു? അത് പയ്യന്നൂരായിരുന്നു. അപ്പോൾ അവിടെ നേതൃത്വം നൽകിയത് ആരാ? കേളപ്പൻ തന്നെയാണ്. 12ാമത്തെ ചോദ്യം: സമത്വ സാമൂഹ്യ സൃഷ്ടി എന്ന ലക്ഷ്യത്തോടെ അയിത്തോച്ചാടനം സ്വതന്ത്ര പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് മാറ്റിയ കേരളത്തിലെ പ്രക്ഷോഭം ഏതാണ്? ഒന്നുമില്ല. അയിത്തോച്ചാടനവുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം ഏതാണ്? നമ്മൾ 4 ഓപ്ഷൻ വായിച്ചു കഴിഞ്ഞാൽ ഉപ്പു സത്യാഗ്രഹം അയിത്തോച്ചാടനവുമായി ബന്ധപ്പെട്ടതല്ല, മലബാർ കലാപം അയിത്തോച്ചാടനവുമായി ബന്ധപ്പെട്ടതല്ല, പുന്നപ്ര വയലാറും അയിത്തോച്ചാടനവുമായി ബന്ധപ്പെട്ടതല്ല. ഏതേ ഉള്ളൂ? ഗുരുവായൂർ സത്യാഗ്രഹം മാത്രമേ ഉള്ളൂ അല്ലെ. 13ാമത്തെ ചോദ്യം: മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ആരായിരുന്നു? ശ്രീനാരായണ ഗുരുവാണ് അല്ലെ. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പറഞ്ഞതാരാ? ശ്രീനാരായണ ഗുരുവായിരുന്നു. 14ാമത്തെ ചോദ്യം: പ്രാചീന മലയാളം എന്ന് കൃതി രചിച്ചത് ആരാ? ചട്ടമ്പി സ്വാമികളാണ്. 15ാമത്തെ ചോദ്യം: സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകൃഷ്ടനായിക്കൊണ്ട് INAയിൽ ചേർന്ന മലയാളി ആരാ? വക്കം അബ്ദുൽ ഖാദർ ആണ് അല്ലെ. മൗലവിയല്ല, വക്കം അബ്ദുൽ ഖാദർ, മൗലവിയല്ല കേട്ടോ. 16ാമത്തെ ചോദ്യം: മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതി ഏതായിരുന്നു? ഓപ്ഷൻ സി ഗഗൻയാൻ ആണ് അല്ലെ. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ് ഏത്? ഗഗൻയാൻ. 17ാമത്തെ ചോദ്യം: 2023 വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം ഏതായിരുന്നു? സ്പെയിൻ ആണല്ലേ. ഇതിന്റെ ഫോട്ടോ അടക്കം നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. 2023 വനിതാ ലോകകപ്പ് കിരീടമാര സ്പെയിനാണ്. 18ാമത്തെ ചോദ്യം: സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടി ഏതാ? ഫോർവേഡ് ബ്ലോക്ക് ആണല്ലേ. ഓപ്ഷൻ ഡി ഫോർവേഡ് ബ്ലോക്ക്. സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടിയാണ് ഇത്
ഫോർവേഡ് ബ്ലോക്ക്. 19ാമത്തെ ചോദ്യം, മലബാർ കലാപം ഉണ്ടാകാനുള്ള കാരണങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് രൂപീകരിച്ച കമ്മീഷൻ ഏതായിരുന്നു? വില്യം ലോഗൻ കമ്മീഷൻ ആണ് അല്ലെ. എല്ലാം SCRT ക്വസ്റ്റ്യൻസ് ആണ്. മലബാർ കലാപം ഉണ്ടാകാനുള്ള കാരണം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് രൂപീകരിച്ച കമ്മീഷനാണ് ഇത് വില്യം ലോഗൻ കമ്മീഷൻ. 20ാമത്തെ ചോദ്യം, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്ന ദൗത്യം ഏറ്റെടുത്ത സർദാർ വല്ലഭായ് പട്ടേൽ തന്റെ സെക്രട്ടറി ആയിട്ട് നിയമിച്ച കേരളീയൻ ആരായിരുന്നു? ഓപ്ഷൻ ബി VP മേനോൻ അല്ലെ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്ന ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് സർദാർ വല്ലഭായ് പട്ടേൽ തന്റെ സെക്രട്ടറി ആയിട്ട് നിയമിച്ച കേരളീയനായിരുന്നു ആര്? VP മേനോന്. 21ാമത്തെ ചോദ്യം, ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാധാന്യം നൽകിയ മേഖല ഏതാ? കാർഷിക മേഖലക്കാണ്. 22ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാ? ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ശില്പി ജവഹർലാൽ നെഹ്റു ആണ് അല്ലെ. ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു ആണ്. ഇനി 23ാമത്തെ ചോദ്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലവിലെ RBIയുടെ ഗവർണറായിട്ട് സേവനം അനുഷ്ഠിക്കുന്നത് ആരാ? ശക്തികാന്ത ദാസ് ആണ് അല്ലെ. ശക്തികാന്ത ദാസ് ആണ്. 24ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷൻ ആരാ? അരുൺകുമാർ മിശ്ര തന്നെയാണ്. അരുൺകുമാർ മിശ്രയാണ്. 25ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാ? മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാ? കഴിഞ്ഞ വേരിയസ് LGSന്റെ ക്വസ്റ്റ്യൻ ഏതാ? ഓപ്ഷൻ ഡി കാരക്കോറമാണ്. 26ാമത്തെ ചോദ്യം, ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാ? ഉപദ്വീപീയ പീഠഭൂമിയാണ് അല്ലെ. ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതിയാണ് ഏത്? ഉപദ്വീപീയ പീഠഭൂമി. 27ാമത്തെ ചോദ്യം, ചുവടെ ചേർത്തുള്ളിൽ കാവേരി നദിയുടെ പോഷക നദി ഏതാണ്? നമ്മുടെ കേരളത്തിലൂടെ തന്നെ ഒഴുകുന്നത് കബനി, ഭവാനി, പാമ്പാർ. അതെടുത്താൽ തന്നെ ആൻസർ കിട്ടിയത് കബനിയാണ്. 28ാമത്തെ ചോദ്യം, ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ ഏതാണ്? ഓപ്ഷൻ എ റാഡ്ക്ലിഫ് രേഖയാണ് അല്ലെ. ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് ഇത് റാഡ്ക്ലിഫ് രേഖ. 29, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഏതാ? ഗുജറാത്ത് ആണ് അല്ലെ. ഓപ്ഷൻ ബി ഗുജറാത്ത് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഗുജറാത്ത് ആണ്. 30, തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി നമ്മുടെ ഇടുക്കി ജില്ലയിലുള്ള ആനമുടിയാണ്. 31, കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം. കഴിഞ്ഞ ലാസ്റ്റ് നടന്ന ഒരു എക്സാമിന് PSC ചോദിച്ചു ഏതാ? വിഴിഞ്ഞമാണ് അല്ലെ. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം വിഴിഞ്ഞമാണ്. 32, പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ഏതാ? ഓപ്ഷൻ എ ആണ്, ചാലക്കുടി പുഴയിലാണ്. 33ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? ഓപ്ഷൻ ബി പാമ്പാടും ചോല അല്ലെ. പാമ്പാടും ചോലയാണ്. ഇനി കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാ? നിലവിലെ കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാ? നമ്മുടെ MP രാജേഷ് ആണ് അല്ലെ. MP രാജേഷ് ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം? ഓപ്ഷൻ സി ശാസ്താംകോട്ട തടാകമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട തടാകം. 36, കണ്ടൽക്കാടുകളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതമാണ് ഇത്? മംഗളവനം അല്ലെ. എറണാകുളം ജില്ലയിലെ മംഗളവനം. 37, കേരളത്തിലെ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ ഏത് ജില്ലയിലാണുള്ളത്? ഇടുക്കി ജില്ലയിലാണ്. 38ാമത്തെ ചോദ്യം, ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരത്തിന് അർഹമായ കേരളത്തിലെ വിമാനത്താവളം ഏതായിരുന്നു? ഓപ്ഷൻ സി ആണല്ലേ, നെടുമ്പാശ്ശേരിയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരത്തിന് അർഹമായ വിമാനത്താവളം നെടുമ്പാശ്ശേരി. ഇനി കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായിട്ട് തെരഞ്ഞെടുത്തത് വയനാട് ജില്ലയിലെ മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത്. 40ാമത്തെ ചോദ്യം, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാ? നമ്മുടെ കേരളമാണ് അല്ലെ. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത് നമ്മൾ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലെ. 41ാമത്തെ ചോദ്യം, 2023 വയലാർ അവാർഡ് നേടിയ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതി രചിച്ചതാരായിരുന്നു? തമ്പിയാണ് അല്ലെ. ശ്രീകുമാരൻ തമ്പിയാണ്. 42ാമത്തെ ചോദ്യം, ശാസ്ത്രലോകത്ത് ഇന്ത്യയുടെ അഭിമാനമായ ചാന്ദ്രയാൻ 3 വിക്ഷേപിച്ചതെന്ന ജൂലൈ 14 23 ജൂലൈ 14 മെയ് 17. അടുത്ത ക്വസ്റ്റ്യൻ, മെയ് 17 കേരളത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഏത് സംഘടനയുടെ ദിനമായിട്ടാണ് ആചരിക്കുന്നത്? മെയ് 17 ഉദ്ഘാടനം ചെയ്ത പദ്ധതി ഏതാ? കുടുംബശ്രീയാണ് അല്ലേ. 44 യുനെസ്കോ സാഹിത്യ നഗര പദവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈയിടെ വാർത്തകളിൽ വന്ന കേരളത്തിലെ നഗരം ഏതാ? കോഴിക്കോട് അല്ലെ. ഓപ്ഷൻ ബി കോഴിക്കോടാണ്. 45 അമേരിക്കയിലെ മൈക്രോൺ ടെക്നോളജി താഴെ പറയുന്നവയിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സെമി കണ്ടക്ടർ പ്ലാന്റ് നിർമ്മിക്കുന്നത്? ഇതും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. എവിടെയായിരുന്നു? ഗുജറാത്തിലാണ് അല്ലെ. ഓപ്ഷൻ സി ഗുജറാത്തിലാണ്. അമേരിക്കയിലെ
മൈക്രോൺ ടെക്നോളജി താഴെ പറയുന്നതിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്ത് സെമി കണ്ടക്ടർ പ്ലാന്റ് നിർമ്മിക്കുന്നത്? ഗുജറാത്തിലാണ്. 46ാമത്തെ ചോദ്യം താഴെ പറയുന്നതിൽ ചാന്ദ്രയാൻ 3യുടെ വിക്ഷേപണവുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ 4 പ്രസ്താവനകൾ. ഒന്നാമത്തത്, വിക്ഷേപണ സമയത്ത് ISROയുടെ ചെയർമാൻ K ശിവനാണ്. തെറ്റാണ്. ഒന്നാമത്തെ തന്നെ തെറ്റാണ്. അപ്പോൾ ഒന്നുള്ള ഓപ്ഷനൊക്കെ നമുക്ക് വെട്ടിക്കളഞ്ഞൂടെ? 1 ബിയിലുണ്ട്, വെട്ടിക്കളഞ്ഞു. സിയിലുണ്ട്, അതുപോലെ എ. എല്ലാം ശരിയെന്ന് പറഞ്ഞാൽ അതിൽ 1 ഉൾപ്പെടും. അപ്പോൾ നേരിട്ട് നമ്മൾ ബാക്കി ഓപ്ഷൻ വായിക്കേണ്ട. ഏതാ? ഓപ്ഷൻ ഡി തന്നെയാണ് വരും അല്ലേ? കാരണം ഒന്നില്ലാത്ത ഓപ്ഷൻ. അപ്പോൾ എന്നാലും ശരിയുള്ളത് വായിച്ചു തരാം. പ്രൊജക്ട് ഡയറക്ടർ P വീരമുത്തുവേലാണ്. വിക്ഷേപണ വാഹനം LVM-3 ആണ്. വിക്ഷേപണ തീയതി ജൂലൈ 14, 2023. 47ാമത്തെ ചോദ്യം, 2016 ജൂൺ മാസത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരായിരുന്നു? പിണറായി വിജയനായിരുന്നു. 48ാമത്തെ ചോദ്യം താഴെ പറയുന്നതിൽ പൊൻകുന്നം വർക്കിയുടെ ആത്മകഥ ഏതാ? എൻ്റെ വഴിത്തിരിവ് എന്നുള്ളതാണ് അല്ലേ. 49ാമത്തെ ചോദ്യം, ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഒരു ഓവറിൽ 4 വിക്കറ്റ് നേടി ഇന്ത്യൻ ബോളർ. ഇത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ആരാ? മുഹമ്മദ് സിറാജ് ആണ് അല്ലേ. ഓപ്ഷൻ സി, മുഹമ്മദ് സിറാജ് ആണ്. 50ാമത്തെ ചോദ്യം, 2023 ഇന്ത്യയിൽ നടന്ന G20 സമ്മേളനത്തിന്റെ ഇന്ത്യൻ ഷെർപ്പ ആരായിരുന്നു? അമിതാഭ് കാന്ത് ആണ്. 51ാമത്തെ ചോദ്യം, ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാ? ആഡം സ്മിത്ത് ആണ്. ഓപ്ഷൻ എ, ആഡം സ്മിത്ത്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാ? ആഡം സ്മിത്ത് ആണ്. 52ാമത്തെ ചോദ്യം, 2023 നടന്ന ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ടുകൊണ്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാന്ന് കണ്ടെത്തുക. ഒന്നാമത്തത്, ഇന്ത്യ നേടിയ മെഡലുകളുടെ എണ്ണം 107. ശരിയാണ് അല്ലേ. കഴിഞ്ഞ എക്സാമിന്, ലാസ്റ്റ് എക്സാമിന് ചോദിച്ചു, WCPOന് ചോദിച്ചായിരുന്നു ഇത്. അപ്പോൾ ഒന്നാമത്തത് ശരിയാണ്. രണ്ടാമത്തത്, ഏഷ്യൻ ഗെയിംസ് നടന്നത് ചൈനയിലാണ്. ശരിയാണ്. പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ ലഭിച്ചു. 3 പ്രസ്താവനകൾ എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. 53, നമ്മുടെ ശരീരത്തിലെ ഏത് അവയവത്തിൽ വെച്ചാണ് യൂറിയ നിർമ്മിക്കപ്പെടുന്നത്? യൂറിയ എവിടുന്ന? കരളിൽ നിന്നാണ്. 54, താഴെ തന്നിരിക്കുന്നതിൽ മാംസ്യത്തിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണേത്? ഓപ്ഷൻ ഡി, ക്വാഷിയോർക്കർ. 55ാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നതിൽ കേരളത്തിലെ നാഷണൽ പാർക്ക് ഏതാണ്? പെരിയാറുണ്ട്, സൈലന്റ് വാലിയുണ്ട്, പേപ്പാറയുണ്ട്, വയനാടുണ്ട്. ഏതാ? സൈലന്റ് വാലിയാണ് അല്ലേ. 56ാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നതിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം തെങ്ങ് ഏതാണ്? ഓപ്ഷൻ സി, ലക്ഷഗംഗയാണ് കേട്ടോ. ലക്ഷഗംഗയാണ്. 57ാമത്തെ ചോദ്യം, 2023 ലോക പരിസ്ഥിതി സന്ദേശം ഏത് മലിനീകരണത്തിനുള്ള പരിഹാരവുമായി ബന്ധപ്പെട്ടായിരുന്നു? ബീറ്റ് ദി പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നായിരുന്നു അല്ലേ. ബീറ്റ് ദി പ്ലാസ്റ്റിക് പൊല്യൂഷൻ. അപ്പോൾ പ്ലാസ്റ്റിക് മലിനീകരണവുമായി ബന്ധപ്പെട്ടതാണ്. 58, രക്തജന്യ രോഗങ്ങളായ ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ തുടങ്ങിയവയുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതായിരുന്നു? ഓപ്ഷൻ ഡി അല്ലേ വരും അല്ലേ. ആശാധാരയാണല്ലേ വരിക. എന്തൊക്കെയാ പറഞ്ഞത്? രക്തജന്യ രോഗങ്ങളായിട്ടുള്ള ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ തുടങ്ങിയവയുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയായിരുന്നു ഇത്, ആശാധാര. ഇനി ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന 2023 ഏത് വിളയുടെ വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചിരുന്നത്? നമ്മുടെ മില്ലറ്റ് വർഷം അല്ലേ, ചെറുധാന്യ വർഷമായിട്ടായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. 60ാമത്തെ ചോദ്യം, വിവിധ ഇനം മണ്ണിനങ്ങളുടെ pH താഴെ തന്നിരിക്കുന്നു. ഇവയിൽ ഏത് മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത്? അസിഡിറ്റി വരണമെങ്കിൽ 7ൽ താഴെയായിരിക്കണം. അപ്പോൾ ഓപ്ഷൻ സി, 5ലാണ്. 61, ചുവടെ നൽകിയിരിക്കുന്ന ജോഡികളിൽ നിന്ന് തെറ്റായിട്ടുള്ള പ്രസ്താവന കണ്ടെത്തുക. അലൂമിനിയം ബോക്സൈറ്റ് ശരിയാണ്. ഇരുമ്പ് ക്രയോലൈറ്റ് തെറ്റാണ്. ഓപ്ഷൻ ബി തെറ്റാണ്. സിങ്ക് കലാമിൻ ശരിയാണ്. കോപ്പർ കുപ്രൈറ്റും ശരിയാണ് അല്ലേ. അപ്പോൾ 2 മാത്രമാണ് ഇതിൽ തെറ്റായിട്ടുള്ളത്. ഇനി 62, വൈദ്യുത ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജ പരിവർത്തനം എന്താണ്? വൈദ്യുത ജനറേറ്റർ എന്തായിരിക്കും? യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു അല്ലേ. ഓപ്ഷൻ ഡി, യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു. 63, ആറ്റത്തിനുള്ളിൽ കാണപ്പെടുന്ന കണങ്ങളും അവയെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാരുടെ പേരുകൾ നൽകിയിരിക്കുന്നു. ഇതിൽ നിന്ന് ശരിയായിട്ടുള്ള ജോഡികൾ കണ്ടെത്താൻ വേണ്ടിയിട്ടായിരുന്നു അല്ലേ. നമ്മളിത് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ഇത് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കോഡ് ഉപയോഗിക്കാറുണ്ടായിരുന്നു. PEN-RTC എന്ന് പറയാറില്ലേ നമ്മൾ അല്ലേ. പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. റൂദർഫോർഡ്, തോംസൺ, ചാഡ്വിക് അല്ലേ. ഇത് നേരെ ഓർത്തു നോക്കാം. പെന്ന്, പ്രോട്ടോൺ, റൂദർഫോർഡ്, ഇലക്ട്രോൺ, തോംസൺ, ന്യൂട്രോൺ, ചാഡ്വിക്. അപ്പോൾ ഇതിൽ ഏതാ തെറ്റായിട്ട് വരുന്നത്? ഇലക്ട്രോൺ JJ തോംസൺ ശരിയാണ്. പ്രോട്ടോൺ ഹെൻറി മോസ്ലി തെറ്റാണ് അല്ലേ. ഇത് തെറ്റാണ്. ന്യൂട്രോൺ ചാഡ്വിക് ശരിയാണ്. പ്രോട്ടോൺ ഏണസ്റ്റ് റൂദർഫോർഡ് ശരിയാണ്. അപ്പോൾ പ്രോട്ടോൺ ഹെൻറി മോസ്ലി എന്നുള്ളത് തെറ്റായിട്ടുള്ളതാണ്. 64ാമത്തെ ചോദ്യം,
താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഒരു സമതല ദർപ്പണത്തെ സംബന്ധിച്ചിട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഒന്ന്, വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ്, ശരിയായിരിക്കും. രണ്ട്, വസ്തുവിൻ്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിനും, അതും ശരിയാണ്. മൂന്നാമത്തത്, വസ്തുവിൻ്റെ യഥാർത്ഥ പ്രതിബിംബം രൂപപ്പെടുന്നു, തെറ്റാണ് അല്ലേ? അപ്പോൾ 1ഉം 2ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഓപ്ഷൻ എ ആണ് വരുന്നത്. 65ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ സൗര നിരീക്ഷണ ഉപഗ്രഹമായിട്ടുള്ള ആദിത്യ L1 വിക്ഷേപിച്ചത് എന്നായിരുന്നു ആദിത്യ L1 വിക്ഷേപിക്കുന്നത് 2023 സെപ്റ്റംബർ 2-നാണ് അല്ലേ? 2023 സെപ്റ്റംബർ 2-നാണ് ആദിത്യ L1 വിക്ഷേപിക്കുന്നത്. 66ാമത്തെ ചോദ്യം, 2023 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ഇയോൺ ഫോസെ ഏത് രാജ്യക്കാരനായിരുന്നു? നോർവേ ആണ് അല്ലേ? ഓപ്ഷൻ സി, നോർവേ സ്വദേശിയായിരുന്നു. അപ്പോൾ ഇയോൺ ഫോസെ ഏത് രാജ്യക്കാരനാണ്? നോർവേ സ്വദേശിയാണ്. 67ാമത്തെ ചോദ്യം, മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ശരീര അവയവം ഏതാണ്? മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ശരീര അവയവം ഓപ്ഷൻ ഡി, കരളാണ്. കരളിനാണ് ഏത് ബാധിക്കുന്നത്? മഞ്ഞപ്പിത്ത രോഗം ബാധിക്കുന്നത്. 68ാമത്തെ ചോദ്യം, മലമ്പനിക്ക് കാരണമായ രോഗകാരി ആരാ? പ്ലാസ്മോഡിയം ആണല്ലേ? ഓപ്ഷൻ ബി, പ്ലാസ്മോഡിയം ആണ്. 69ാമത്തെ ചോദ്യം, ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമാവാത്ത സേവനം ഏതാണ്? ലഭ്യമാകാത്ത സേവനം. പ്രതിരോധ കുത്തിവയ്പ്പ് ലഭ്യമാണ്. അതുപോലെ ഡോക്ടറുടെ സേവനം എന്തായാലും ഉണ്ടാവും. CT സ്കാൻ ലഭ്യമാകുന്നതല്ല കേട്ടോ. CT സ്കാൻ ലഭ്യമാകുന്നതല്ല. പാലിയേറ്റീവ് കെയർ പരിചരണമൊക്കെ ലഭിക്കുന്നതാണ് അല്ലേ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ. അപ്പോൾ ഓപ്ഷൻ സി ആട്ടോ ലഭ്യമല്ലാത്തത് ഏതാ? CT സ്കാൻ എന്നുള്ളത്. ഇനി ലോക ഭക്ഷ്യസുരക്ഷാ ദിനം ലോക ഭക്ഷ്യസുരക്ഷാ ദിനം ഓപ്ഷൻ സി, ജൂൺ 7 അല്ലേ? ജൂൺ 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനമായിട്ട് ആചരിക്കുന്നത്. 71ാമത്തെ ചോദ്യം, കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെ ആസ്ഥാനം തൃശ്ശൂർ ജില്ലയിലാണ് അല്ലേ? തൃശ്ശൂർ ജില്ലയിലാണ്. 72ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ ജീവിതശൈലി രോഗമല്ലാത്തത് ഫാറ്റി ലിവർ ഉണ്ട്, ഹൃദയാഘാതമുണ്ട്, തൊണ്ടമുള്ളുണ്ട്, അമിത രക്തസമ്മർദ്ദമുണ്ട്. ഏതാ? ഓപ്ഷൻ സി അല്ലേ അല്ലേ? തൊണ്ടമുള്ള ജീവിതശൈലി രോഗമല്ല. 73, യോജക കലയെ ബാധിക്കുന്ന ക്യാൻസർ സാർക്കോമ, കാർസിനോമ, മാലിഗ്നറ്റ് മെലനോമ, ട്യൂമർ. ഏതാ? യോജക കലയെ ബാധിക്കുന്നത് സാർക്കോമ അല്ലേ? എല്ലുകൾക്കൊക്കെ ബാധിക്കുന്നതാണ് സാർക്കോമ എന്ന് പറയുന്നത്. എല്ലെന്താണ്? ഒരു യോജക കലക്ക് എക്സാമ്പിൾ ആണ് അല്ലേ? 74, സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് പ്രതിവർഷം 1 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്ന പദ്ധതി ഏതായിരുന്നു? സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് 1 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കുന്ന പദ്ധതി ഏതാ? നിരാമയ അല്ലെ? ഓപ്ഷൻ സി, നിരാമയാണ്. 75, കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്നത് 2008-ലാണ്. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്നത് 2008-ലാണ്. ബാക്ക് ടു ദ ബേസിക് PYQ ആണ്. ബാക്ക് ടു ദ ബേസിക് ഏതാ? കൊറോണ വൈറസ് PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 77, 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരളത്തിലെ സർക്കാർ പദ്ധതി ഏതാ? കർസാപ്പ് അല്ലേ? കേരള ആരോഗ്യ സുരക്ഷാ പദ്ധതി. ഓപ്ഷൻ എ, കർസാപ്പ് ആണ്. കേരള ആരോഗ്യ സുരക്ഷാ പദ്ധതി. 78, കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലെ കണ്ടെത്തിയിട്ട് പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതി ഏതാ? സശ്രദ്ധമാണ് അല്ലേ? ഓപ്ഷൻ സി, സശ്രദ്ധമാണ്. 79, ലോക ജന്തുരോഗ ദിനം എന്നായിരുന്നു ജൂൺ 6 അല്ലേ? ജൂലൈ 6 അല്ലേ? ജൂലൈ 6-നാണ് അല്ലേ? ഓപ്ഷൻ എ, ജൂലൈ 6 ലോക ജന്തുരോഗ ദിനമായിട്ട് ആചരിക്കുന്നത്. 80ാമത്തെ ചോദ്യം, ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി, കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാ? നദ്ദയാണ് അല്ലേ? നദ്ദയാണ്. അപ്പൊ ഇതിൽ ആൻസർ ഇല്ല കേട്ടോ. 80-ന് ആൻസർ ഇല്ല. മൻസുഖ് മാണ്ഡവ്യയ്ക്ക് മാറിയിട്ടുണ്ട്. പുതിയ മന്ത്രിസഭ വന്നപ്പോൾ നിലവിൽ ആരാണ് ആരോഗ്യമന്ത്രി എന്ന് വെച്ചാൽ JP നദ്ദയാണ് കേട്ടോ. JP നദ്ദയാണ്. ഇനി 20 മാത്സ് ആണുള്ളത്. അത് നമ്മൾ ചെയ്തു നോക്കിയിട്ട് നമുക്ക് പറയാം.